ദേശീയപാതയിൽ മലപ്പുറം വളാഞ്ചേരി കോട്ടപ്പുറത്ത് വാഹനാപകടത്തിൽ 3 പേർ മരിച്ചു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. കോട്ടപ്പുറം സ്വദേശികളായ നൌഷാദ്, റംസീഖ്, ഫാസിൽ എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റ നിഹാലിനെ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബൈക്ക് നിർത്തിയിട്ട് റോഡരികിൽ സംസാരിച്ചുകൊണ്ടിരിക്കെ നിയന്ത്രണം വിട്ട ചരക്ക് ലോറി പാഞ്ഞുകയറിയാണ് അപകടമുണ്ടായത്. 3 സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. റോഡരികിൽ ഉണ്ടായിരുന്ന 2 ബൈക്കുകളും മതിലും ലോറിയിലിടിച്ച് തകർന്നു. ലോറിയുടെ ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു. ഇയാൾ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് കരുതുന്നത്. വാഷിംഗ്ടൺ ടൗൺ ടെൻഡി മെട്രോ സ്റ്റേഷനിൽ സ്ഫോടനവും തീപിടുത്തവും. നിരവധി യാത്രക്കാർക്ക് പരിക്കു. നിരവധിയും സ്ഫോടനങ്ങളാണ് ഉണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. മെട്രോ സ്റ്റേഷൻ പൂർണ്ണമായും പോലീസിന്റെ നിയന്ത്രണത്തിലാണ്. യാത്രക്കാരെ ഒഴിപ്പിച്ചു. സ്ഫോടനത്തിന് പിന്നിൽ ആര്, അട്ടിമറി സാധ്യത ഉണ്ടോ എന്നീ വിശദാംശങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. കണ്ണൂരിൽ കൂത്തുപറമ്പ് ഒഴികെയുള്ള 4 മണ്ഡലങ്ങളിലും ഇത്തവണ വിമത ഭീഷണി നേരിടുകയാണ് UDF. UDFിന്റെ വിജയത്തെ പോലും ബാധിക്കുന്ന രീതിയിൽ ശക്തരായ വിമത സ്ഥാനാർത്ഥികളാണ് ഇത്തവണ രംഗത്തുള്ളത്. കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ തവണ UDF ജയിച്ച 4 മണ്ഡലങ്ങളും ഇത്തവണ വിമത ഭീഷണിയിലാണ്. അതും നേതാക്കളുടെ അപ്രമാദിത്വവും ജനാധിപത്യ വിരുദ്ധ നടപടികളും DCC ഓഫീസ് കെട്ടിട നിർമ്മാണത്തിൽ പോലും കാണിച്ച അഴിമതിയും തുറന്നടിച്ചുകൊണ്ടാണ് വിമതർ രംഗത്തെത്തിയിട്ടുള്ളത്. രംഗത്തു വന്നവരാരും ദുർബലരുമല്ല. പേരാവൂർ മണ്ഡലത്തിൽ കർഷക പ്രശ്നങ്ങളും അഴിമതിയും സണ്ണി ജോസഫിന്റെ വികസന വിരുദ്ധ നയങ്ങളും വ്യക്തമാക്കിക്കൊണ്ടാണ് കർഷക കോൺഗ്രസ് നേതാവ് KJ ജോസഫ് വിമത സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നത്. ഇരിക്കൂർ മണ്ഡലത്തിലാകട്ടെ ജനാധിപത്യം കോൺഗ്രസിൽ നടപ്പിലാക്കാത്തതും KC ജോസഫിന്റെ അപ്രമാദിത്വവും 36-ാം വർഷത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും തുറന്നുകാട്ടിയാണ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ ഖാദർ രംഗത്തെത്തിയത്. അബ്ദുൽ ഖാദറിന് പകരമൊരാൾ വിമത സ്ഥാനാർത്ഥിയായി മന്ത്രി KC ജോസഫിനെതിരെ സിറ്റിംഗ് സീറ്റിൽ രംഗത്തെത്തും. കണ്ണൂരിൽ K സുധാകരന്റെയും DCC പ്രസിഡന്റ് K സുരേന്ദ്രന്റെയും അപ്രമാദിത്വവും DCC ഓഫീസ് നിർമ്മാണത്തിലടക്കം കാണിച്ച അഴിമതിയും തുറന്നടിച്ചുകൊണ്ടാണ് PK രാഗേഷ് അഴീക്കോട് മണ്ഡലത്തിലും കണ്ണൂരിലും വിമത സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. നമ്മൾ നോമിനേഷൻ കൊടുത്തതിന് ശേഷം മാത്രമേ പ്രചരണമായി മുന്നോട്ട് പോകുകയുള്ളൂ. പ്രത്യേകിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായതുകൊണ്ട് അവസാന സമയം മാത്രമേ ചിഹ്നം കിട്ടുകയുള്ളൂ. അപ്പോൾ ചിഹ്നം കൂടി ലഭിച്ചതിന് ശേഷമുള്ള പ്രചരണം ആരംഭിക്കാമെന്നാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. K സുധാകരനും സുരേന്ദ്രനുമാണ്, ഒരു സംശയവുമില്ല. കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസിന്റെ അധപതനത്തിന് കാത്തിരിക്കുന്ന K സുധാകരനും സുരേന്ദ്രന്റെയും ഏകപക്ഷീയമായ ഏകാധിപത്യ നയങ്ങളാണ് എന്നാണ് എനിക്കിവിടെ വ്യക്തമാക്കാനുള്ളത്. ജില്ലയിലെ വിമതരെ ചേർത്തു നിർത്തുന്നതിനൊപ്പം സംസ്ഥാനമൊട്ടാകെ സേവ് കോൺഗ്രസ് ഫോറം എന്ന പേരിൽ UDFിൽ നിന്നും ഉയരുന്ന വിമത ശബ്ദങ്ങളെ ഒന്നിച്ചു ചേർക്കുമെന്ന PK രാഗേഷിന്റെ പ്രഖ്യാപനവും UDF പാളയത്തെ ഒട്ടൊന്നുമല്ല ഉലച്ചിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിൽ UDFിന് നേരത്തെയുണ്ടായിരുന്ന മണ്ഡലങ്ങളിൽ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ മാത്രമാണ് ഇപ്പോൾ വിമതനില്ലാത്തത്. കൂത്തുപറമ്പ് മണ്ഡലത്തിൽ കൂടി വിമതൻ കടന്നു വന്നാൽ കണ്ണൂർ ജില്ലയിലെ UDFിലെ വിമത ചിത്രം പൂർണ്ണമാകും. കണ്ണൂരിൽ നിന്നും PV ജോഷില. UDFിന് തലവേദനയാവുകയാണ് കൊച്ചി മണ്ഡലത്തിലെ കോൺഗ്രസ് റെബൽ സ്ഥാനാർത്ഥി. സിറ്റിംഗ് MLA ആയ ഡൊമിനിക് പ്രസന്റേഷന് നേതൃത്വം വീണ്ടും സീറ്റ് നൽകിയതിലുള്ള പ്രതിഷേധമാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ലീനസിനെ റെബലാക്കിയത്. KPCC അധ്യക്ഷൻ VM സുധീരൻ നേരിട്ട് ശ്രമിച്ചിട്ടും ലീനസ് മത്സരരംഗത്തും പിന്മാറാൻ കൂട്ടാക്കിയിട്ടില്ല. പശ്ചിമ കൊച്ചി മേഖലയിൽ നിന്നുള്ളവരെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കണമെന്നുള്ള പ്രാദേശിക നേതാക്കളുടെ ആവശ്യം തള്ളിയാണ് A ഗ്രൂപ്പുകാരനായ ഡൊമിനിക്കിനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കിയത്. എന്നാൽ അന്ന് തന്നെ വിക്ടർ ലീനസ് കളത്തിലിറങ്ങി പ്രചാരണം തുടങ്ങുകയും ചെയ്തു. കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഈ അവഗണന ഇനി അനുവദിക്കാനാകില്ലെന്നും ഭൂരിപക്ഷം പ്രവർത്തകരും തനിക്കൊപ്പമാണെന്നും ലീനസ് പറയുന്നു. ഈ പ്രാവശ്യവും മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തി കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നത് മുതൽ അദ്ദേഹം തന്നെയാണ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എല്ലാവരെയും സ്വാധീനിക്കുവാനും അത് നിന്നപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ഒന്നിച്ചുകൂടി അതിനെ ഒരു മാതൃകാപരമായിട്ട് നമ്മൾ ആ പ്രവണതയെ ഒന്ന് മാറ്റുവാനും ഒരു മാറ്റം കൊച്ചിക്കൊരു മാറ്റം അനിവാര്യമാണെന്നുള്ള രീതിയിലാണ് എല്ലാവരും കൂടി പ്രതികരിച്ചതിൻ്റെ ഫലമാണ് എൻ്റെ സ്ഥാനാർത്ഥിത്വം. വിക്ടർ ലീനസിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ചർച്ചകളിലെല്ലാം പ്രമുഖ മുന്നണി സ്ഥാനാർത്ഥികൾക്കൊപ്പം ലീനസിനും സംഘാടകർ ഇടം നൽകുന്നുണ്ട്. ഇനി ആര് ഉപാധികൾ മുന്നോട്ട് വെച്ചാലും എന്ത് ഓഫർ നൽകിയാലും മത്സരരംഗത്ത് നിന്ന് പിന്മാറില്ലെന്നാണ് ലീനസിന്റെ തീരുമാനം. അത് UDF നേതൃത്വത്തിന്റെ ചങ്കിടിപ്പ് കൂട്ടുന്നുണ്ട്. ലീനസിന്റെ തീരുമാനം തന്നെയായിരിക്കും UDFിന്റെ വിജയസാധ്യതകളെ നിർണ്ണയിക്കുക. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് അടൂർ. കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിനായി അട്ടിമറി വിജയം നേടിയ ചിറ്റയം ഗോപകുമാറും JSSൽ നിന്നും പാർട്ടി മാറി കോൺഗ്രസിലെത്തിയ KK ഷാജുവും തമ്മിലാണ് പോരാട്ടം. NDAയ്ക്ക് വേണ്ടി BJP നേതാവ് അഡ്വക്കേറ്റ് P
സുധീറാണ് മത്സരരംഗത്തുള്ളത്. മത്സരം ശക്തമാണെങ്കിലും ഇത്തവണയും നേരിയ മുൻതൂക്കം സ്ഥലം MLA ചിറ്റയം ഗോപകുമാറിന് തന്നെയാണ്. തോട്ടം തൊഴിൽ മേഖല ഏറെയുള്ള പ്രദേശമായ അടൂരിൽ ശക്തമായ മത്സരമാണ് നടക്കുന്നത്. ഇടതുപക്ഷത്തിനായി ചിറ്റയം ഗോപകുമാറും UDF-നായി KK ഷാജുവും NDA-ക്കായി അഡ്വക്കേറ്റ് P സുധീറുമാണ് മത്സരരംഗത്തുള്ളത്. സ്ഥലം MLA കൂടെയായ ചിറ്റയം ഗോപകുമാർ മണ്ഡലത്തിൽ പരിചിതനാണ്. അതുകൊണ്ട് തന്നെ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെയാണ് വോട്ട് പിടിക്കാൻ ഇറങ്ങിയതും. കഴിഞ്ഞ 5 വർഷക്കാലത്തെ അടൂർ അസംബ്ലി മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഊന്നി നിന്നുകൊണ്ടും കേരളത്തിലെ UDF ഗവൺമെന്റിനെ അഴിമതിക്കെതിരായി ജനങ്ങളുടെ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. JSS-ൽ നിന്നും കളം മാറ്റി ചവിട്ടി തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് കോൺഗ്രസിലെത്തിയ ആളാണ് KK ഷാജു. ഷാജുവാണ് ഇത്തവണ കോൺഗ്രസിനായി അടൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്നതും. KPCC സെക്രട്ടറി പഴകുളം മധുവും പന്തളം പ്രതാപനുമൊക്കെ അടൂർ സീറ്റിനായി ചരടുവലികൾ നടത്തിയിരുന്നുവെങ്കിലും ഷാജുവിനായിരുന്നു നറുക്കു വീണത്. ഇത് പരമ്പരാഗത കോൺഗ്രസുകാരിൽ ചെറിയ അമർഷം ഉണ്ടാക്കിയിരുന്നു. എന്നാലും പരമാവധി വോട്ടഭ്യർത്ഥിച്ച് ഷാജു മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും എത്തുന്നുണ്ട്. ഇത് UDF-ന്റെ ഒരു കോട്ടയായി നിലനിൽക്കണം. സാധാരണക്കാരന് ഒരുപാട് ആനുകൂല്യങ്ങൾ സഹായം ചെയ്യണം. അതുകൊണ്ട് ഇത് തെരഞ്ഞെടുത്തു. കോൺഗ്രസ് ലീഡർഷിപ്പും ഇവിടുത്തെ ലീഡർഷിപ്പും ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. NDA സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയത് അഡ്വക്കേറ്റ് P സുധീറാണ്. ജയിക്കുമെന്നുറപ്പില്ലെങ്കിലും ശക്തമായ ഒരു മത്സരത്തിന് തയ്യാറെടുക്കുകയാണ് സുധീർ. SNDP-യുടെയും BJP-യുടെയും വോട്ടുകൾ ലഭിച്ചാൽ നല്ല മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് സുധീറിന്റെ പ്രതീക്ഷ. എല്ലാ അനുകൂല ഘടകങ്ങളും ഞങ്ങൾക്ക് ഒത്തു വന്നിട്ടുണ്ട്. പിന്നെ ഈ നിയോജക മണ്ഡലത്തില് ഒരു യുവാവാണ്, ഒരു യുവ സ്ഥാനാർത്ഥി എന്നൊരു മൈലേജ് നമുക്ക് കിട്ടുന്നുണ്ട്. പ്രചരണത്തിന് പോകുന്ന സമയത്തും മറ്റുമെല്ലാം തന്നെ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഒരു വലിയ പിന്തുണ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാലങ്ങളായി UDF-ന്റെ കൈവശമുണ്ടായിരുന്ന മണ്ഡലം കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടിയാണ് ചിറ്റയം ഗോപകുമാർ ഇടതുപക്ഷത്തേക്ക് എത്തിച്ചു കൊടുത്തത്. അതേ ചിറ്റയം ഗോപകുമാർ തന്നെയാണ് ഇത്തവണയും ഇടതുപക്ഷത്തിനായി മത്സരരംഗത്തുള്ളതും. UDF-നാകട്ടെ JSS-ൽ നിന്ന് വന്ന KK ഷാജുവും അതോടൊപ്പം NDA-ക്ക് അഡ്വക്കേറ്റ് സുധീറുമാണ്. മൂവരും പ്രചാരണ രംഗത്ത് സജീവവുമാണ്. എന്തായാലും മെയ് 19 പുലരുമ്പോൾ അടൂർ മണ്ഡലം ആരോടൊപ്പം നിൽക്കും എന്ന് കാത്തിരുന്നു കാണാം. ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം വിജേഷ് നടുവിൽ. ഉമ്മൻചാണ്ടി നേതൃത്വം നൽകിയ UDF സർക്കാർ കഴിഞ്ഞ 5 വർഷം കേരളത്തിൽ നടത്തിയത് അഴിമതി രാജ് ഭരണമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കേരളത്തിലെ ഒരു മന്ത്രിസഭയും ഇത്രയേറെ അഴിമതി ആരോപണങ്ങൾക്ക് വിധേയമായിട്ടില്ലെന്ന് കോടിയേരി ഓർമ്മിപ്പിച്ചു. കാസർഗോഡ് ജില്ലയിൽ LDF പൊതുയോഗങ്ങളിൽ സംസാരിക്കുകയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയുടെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലെത്തിയ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ LDF സംഘടിപ്പിച്ച 3 പൊതുയോഗങ്ങളിലാണ് പ്രസംഗിച്ചത്. ഉജ്ജ്വല വരവേൽപ്പോടെയാണ് CPIM-ന്റെ സംസ്ഥാനത്തെ അമരക്കാരനെ ജനങ്ങൾ വരവേറ്റത്. വൻ ജനപങ്കാളിത്തമാണ് യോഗങ്ങളിൽ ദൃശ്യമായത്. കുണ്ടൻകുഴി, ചുള്ളിക്കര, പടന്ന എന്നിവിടങ്ങളിലാണ് കോടിയേരി പ്രസംഗിച്ചത്. കേരളത്തിൽ കഴിഞ്ഞ 5 വർഷം ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ നടന്നത് അഴിമതി രാജഭരണമാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. 5 വർഷം കൊണ്ട് കേരളം അഴിമതി രാജാണ് നടപ്പാക്കിയത്. കുംഭകോണങ്ങളുടെ നാടാക്കി കേരളം മാറ്റി. ദില്ലിയിലെയും കേരളത്തിലെയും ഒരു വിഭാഗം മാധ്യമങ്ങൾ LDF പ്രവർത്തകരിലും ജനങ്ങളിലും ആശയക്കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നതായും കോടിയേരി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. ഇങ്ങനെ മിനിറ്റുകൾക്കുള്ളിൽ വാർത്തകൾ പടച്ചുണ്ടാക്കി ജനങ്ങൾക്കിടയിലും പാർട്ടി അണികൾക്കിടയിലും ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ഒരു വിഭാഗം മാധ്യമ പ്രവർത്തകന്മാർ ഡൽഹിയിലും കേരളത്തിലും തയ്യാറായി നിൽക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ ദിവസേന പടച്ചുവിടുന്ന വാർത്തകൾ വഴി ഇടതുപക്ഷ അണികളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാമെന്നുള്ള വ്യാമോഹമാണ് ഇവർക്കുള്ളത്. അത് ഇത്തവണ വിജയിക്കാൻ പോകുന്നില്ല എന്ന് പാർട്ടി നേതാക്കന്മാർ ഒറ്റക്കെട്ടായി പ്രഖ്യാപിക്കുന്നതോടുകൂടി അവരിപ്പോൾ അവരുടെ ആഗ്രഹം നടക്കുകയില്ല എന്ന് ഏകദേശം ഇന്നത്തോടുകൂടി അവർക്ക് മനസ്സിലായിട്ടുണ്ടാകും. എന്നാലും അവരാ പണി ഉപേക്ഷിക്കുവാൻ നിങ്ങൾ കരുതണ്ട. ഓരോ ദിവസവും ഇത്തരത്തിലുള്ള വാർത്തകൾ അവർ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. UDF-ന്റെ അഴിമതി ഭരണത്തിനും BJP-യുടെ വർഗീയതയ്ക്കുമെതിരെ കേരള ജനത വിധിയെഴുതുമെന്ന് കോടിയേരി പറഞ്ഞു. മെയ് 19 വോട്ടെണ്ണി കഴിയുമ്പോൾ LDF നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. JNU-വിലെ ഗവേഷണ വിദ്യാർത്ഥി മുഹമ്മദ് മുഹ്സിൻ സ്ഥാനാർത്ഥിയായി എത്തിയ പട്ടാമ്പിയിൽ തെരഞ്ഞെടുപ്പ് ആവേശം വാനോളമുയർന്നു. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ യുവ പോരാളിക്ക് വേണ്ടി കനയ്യകുമാർ അടക്കമുള്ള ക്യാമ്പസ് സുഹൃത്തുക്കൾ വരും ദിവസങ്ങളിൽ പട്ടാമ്പിയിലെത്തും. AISF JNU യൂണിറ്റ് വൈസ് പ്രസിഡന്റായ മുഹമ്മദ് മുഹ്സിൻ ക്യാമ്പസ് പോരാട്ടത്തിന്റെ ആവേശവും പേറിയാണ് വോട്ട് തേടി ജനങ്ങളിലേക്ക് ഇറങ്ങിയത്. പട്ടാമ്പിക്കാരനായ ഈ ഗവേഷക വിദ്യാർത്ഥിക്ക് സ്വന്തം നാട്ടിൽ വലിയ സ്വീകാര്യതയും ലഭിച്ചു. മോസിന്റെ വരവോടെ പട്ടാമ്പിയിലെ യുവജന വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ പ്രചാരണ രംഗത്ത് വലിയ ആവേശത്തിലാണ്. കന്നി അംഗത്തിനിറങ്ങിയ മോസിൻ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ടുള്ള പ്രവർത്തനത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. JNU യൂണിയൻ പ്രസിഡന്റ് കനയ്യകുമാറിന് നീതി ലഭിക്കാനായുള്ള പ്രക്ഷോഭത്തിലും വിദ്യാർത്ഥികളുടെ അവകാശ പോരാട്ടങ്ങളിലും
കനയ്യയുടെ സഹപ്രവർത്തകനായ മുഹസിൻ മുൻപന്തിയിലുണ്ടായിരുന്നു. രാഷ്ട്രീയത്തെ കൂടുതൽ അറിയാനും രാഷ്ട്രീയത്തിലെ തന്നെ മറ്റു ഡിഫറൻസസ് ഒക്കെ കൂടുതൽ മനസ്സിലാക്കാനും ഒക്കെ JNUവിലെ ജീവിതം, JNUവിലെ സമരങ്ങളൊക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അത് സാധാരണ ജനങ്ങളുമായിട്ട് ഇടപഴകുമ്പോൾ അവരുടെ ജീവിതത്തിൽ നമ്മൾ വായിച്ചതും നമ്മൾ അറിഞ്ഞതും ഒക്കെ നേരിട്ടറിയാനും അനുഭവിക്കാനും കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഇലക്ഷനിൽ എനിക്ക് കൂടുതൽ ആ പരിചയം സഹായിച്ചിട്ടുള്ളത്. സാമ്പത്തിക പ്രയാസത്തെ തുടർന്ന് 8ാം ക്ലാസ്സിൽ പഠനം നിർത്തിയ മുഹസിൻ്റെ തുടർന്നുള്ള പഠനം ബന്ധുക്കളുടെ സഹായത്തോടെയായിരുന്നു. മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ MPhilന് പഠിക്കവെയാണ് 2012 ഗവേഷക വിദ്യാർത്ഥിയായി JNUവിൽ എത്തുന്നത്. ജൂലൈ മാസത്തോടെ അഡൽട്ട് എഡ്യൂക്കേഷനിലെ PhD പൂർത്തിയാകും. പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് സൈദാലിയുടെ രക്തസാക്ഷിത്വം കൊണ്ട് ചുവന്ന മണ്ണാണ് പട്ടാമ്പി. രാജ്യം വിദ്യാർത്ഥി മുന്നേറ്റത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഇക്കാലത്ത് JNUവിലെ യുവ പോരാളിയെ നിയമസഭയിലേക്ക് എത്തിക്കാനുള്ള ചരിത്ര ദൗത്യമാണ് പട്ടാമ്പിയിലെ LDF നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത്. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനൊപ്പം പട്ടാമ്പിയിൽ നിന്നും AK ലതീഷ്. ജൈവകൃഷിയിൽ ഒരു നാടിന് അഭിമാനമായി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. തിരുവനന്തപുരം നന്ദിയോടാണ് കുട്ടികൾ ജൈവകൃഷിയിലൂടെ അവധിക്കാലം ആഘോഷിക്കുന്നത്. നന്ദിയോട് കൃഷിഭവന്റെ സഹായത്തോടെയാണ് കുട്ടികളുടെ ഈ സംരംഭം. വിളവെടുപ്പിന് തയ്യാറായ പയർ പാവൽ തോട്ടം. ഈ കുട്ടിക്കുരുന്നുകളാണ് ഇതിന് പിന്നിലെന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ട. തിരുവനന്തപുരം നന്ദിയോടാണ് കുട്ടികളുടെ ഈ ജൈവകൃഷി. 3 മാസം മുമ്പാണ് ഇവർക്ക് ഇത്തരമൊരാശയം നന്ദിയോട് കൃഷിഭവനിലെ കൃഷി ഓഫീസർ ജയകുമാറിൽ നിന്നും ലഭിച്ചത്. തുടർന്ന് 70-കാരനായ കുട്ടപ്പൻ അപ്പൂപ്പന്റെ സഹായത്തോടെ സ്ഥലം ശരിയാക്കി കൃഷിഭവനിൽ നിന്നും ലഭിച്ച പയർ പാവൽ വിത്ത് പാകി. 3 മാസം കഴിഞ്ഞപ്പോൾ അവർ തന്നെ അത് വിളവെടുത്തു. പതിവിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ അവധിക്കാലം ജൈവകൃഷിയിലൂടെ തങ്ങൾ ആസ്വദിച്ചതായി കുട്ടികൾ തന്നെ പറയുന്നു. അങ്ങനെ എല്ലാവരും കൂടെ വിചാരിച്ച് കൃഷി ചെയ്യുന്നു. അങ്ങനെ അപ്പൂപ്പൻ്റെ അടുത്തും കൂടെ ചോദിച്ചപ്പോൾ അപ്പൂപ്പൻ ഒന്ന് പറഞ്ഞ് പിന്നെ അവരെയും സ്ഥലം ചോദിച്ച് നമ്മൾ കൃഷി ചെയ്തു. എല്ലാ ജോലികളും നമ്മൾ തന്നെ ചെയ്ത് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ മൊത്തം കിളച്ച് പയറും പാവലും നടാൻ വേണ്ടിയിട്ട് സ്ഥലം ഒരുക്കി പിന്നെ വിത്തിട്ട്. കുട്ടപ്പൻ അപ്പൂപ്പന്റെ മാർഗനിർദ്ദേശമനുസരിച്ചാണ് ഈ കുട്ടിക്കൂട്ടം കൃഷിയിൽ ഓരോ ചുവടും വെച്ചത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ജൈവ കൃഷിയോടുള്ള ഈ താല്പര്യത്തിൽ അതീവ സന്തുഷ്ടനുമാണ് അപ്പൂപ്പൻ. ഇവര് ആദ്യം വന്ന് പറഞ്ഞ് അപ്പൂപ്പ എവിടെയെങ്കിലും ഇതുപോലെ സ്ഥലമൊക്കെ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഞാൻ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞ് ശരിയായി എല്ലാം നടത്തിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് ശരിയാക്കി. പിന്നെ അവർ ചാണകം കൊണ്ട് തന്ന് ഈറയൊക്കെ കൊട്ടിക്കൊണ്ട് തന്ന് പിന്നെ അവർ പിന്നെ വൈകുന്നേരമുള്ള വെള്ളം കുറയ്ക്കുന്ന എല്ലാ സഹായങ്ങളും ചെയ്ത്. അതുകൊണ്ട് തന്നെ ജൈവകൃഷിയിൽ ഇവർക്ക് കൃഷി ഓഫീസർ ക്ലാസും നൽകി. ഇവിടെ നിന്നും വിളവെടുത്ത വിഷരഹിത പയറും പാവലും റോഡിലെത്തിയപ്പോൾ തന്നെ വിറ്റുതീരുകയും ചെയ്തു. ഇനി ജൈവകൃഷി വ്യാപിപ്പിക്കാനാണ് ഇവരുടെ തീരുമാനം. ജൈവകൃഷിയിൽ മുതിർന്നവർക്ക് മാതൃകയാവുകയാണ് നന്ദിയോടുള്ള ഈ കൊച്ചുകുരുന്നുകൾ. ഇവർ നൽകുന്ന പാഠം ഉൾക്കൊണ്ടാൽ തന്നെ നമുക്ക് വിഷരഹിത പച്ചക്കറികൾ സ്വന്തമാക്കാം. തിരുവനന്തപുരം നന്ദിയോടുള്ള കുരുന്നുകളുടെ പയർത്തോട്ടത്തിൽ നിന്നും ക്യാമറാമാൻ RK കുമാറിനൊപ്പം S ഷീജ. ഡോക്ടർ തോമസ് ഐസക് MLAയുടെ ഫേസ്ബുക്ക് ഡയറി എന്ന പുസ്തകം നടൻ മമ്മൂട്ടി പ്രകാശനം ചെയ്തു. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ നടന്ന ചടങ്ങിൽ പ്രൊഫസർ MK സാനു മുഖ്യപ്രഭാഷണം നടത്തി. തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് പേജിലെ പ്രധാന പോസ്റ്റുകൾ ചേർത്താണ് ഫേസ്ബുക്ക് ഡയറി. വൈകിട്ട് 5:30 മണിയോടെയാണ് മലയാളികളുടെ പ്രിയതാരം ഭരത് മമ്മൂട്ടി മണ്ണഞ്ചേരി എന്ന ചെറു ഗ്രാമത്തിലെത്തിയത്. ഇപ്പോൾ നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ സോഷ്യൽ മീഡിയ വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് മമ്മൂട്ടി വാചാലനായി. മൂലയ്ക്കും ഓരോ മൈക്ക് കെട്ടി പ്രചരണങ്ങളും ഭയങ്കര ജാഥകളും ഘോരഘോരമുള്ള പ്രസംഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഫേസ്ബുക്കിൽ എഴുതി വിടുകയാണ്. വളരെ എളുപ്പമാണ്, തൊണ്ടയൊക്കെ വളരെ റെസ്റ്റാണ്. പണ്ട് കാലത്തൊക്കെ രാഷ്ട്രീയക്കാർ ഒരു ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ശബ്ദമൊന്നും ഉണ്ടാകാറില്ലായിരുന്നു. അവരുടെ ശബ്ദത്തിനൊരു കുഴപ്പമില്ല. ഇലക്ഷൻ കഴിയുമ്പോൾ പല ഒരു ലോക്കൽ പ്രവർത്തകർക്കും ഒക്കെ സുഖമില്ല, ഇലക്ഷൻ കഴിയും അങ്ങനെ സംസാരിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ ഫേസ്ബുക്കിലാണ് മൊത്തം. അപ്പോൾ ഫേസ്ബുക്കിന് അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ട് തോമസ് ഐസക്ക് തൻ്റെ ആശയങ്ങൾ, തൻ്റെ അഭിപ്രായങ്ങൾ, തൻ്റെ ചിന്തകൾ, വീക്ഷണങ്ങൾ, തൻ്റെ കാഴ്ചപ്പാടുകളെല്ലാം നമ്മളുമായി പങ്കുവെച്ചത് ഫേസ്ബുക്ക് ഡയറി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൂടെയാണ്. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഡോക്ടർ തോമസ് ഐസക് തൻ്റെ ഫേസ്ബുക്കിലൂടെ കുറിച്ച വാചകങ്ങൾ ചേർത്ത് പുറത്തിറക്കിയ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മമാണ് തൻ്റെ ഗുരുവായ സാനുമാഷ് നൽകിക്കൊണ്ട് മമ്മൂട്ടി നിർവഹിച്ചത്. മലയാളത്തിൻ്റെ പ്രിയ നടൻ മമ്മൂക്ക ഡോക്ടർ TM തോമസ് ഐസക്കിൻ്റെ ഫേസ്ബുക്ക് ഡയറി പ്രകാശനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചടങ്ങിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിച്ചുകൊള്ളുന്നു.
ഫേസ്ബുക്ക് ഡയറി എന്ന തൻ്റെ പുസ്തകത്തിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തിയാണ് ഡോക്ടർ തോമസ് ഐസക് സംസാരിച്ചത്. ഇതിനിടയിൽ ഭിന്നശേഷിക്കാരനായ കുട്ടിയുമായി എത്തിയ മാതാപിതാക്കളെ സ്വാന്തനപ്പെടുത്തി സഹായ വാഗ്ദാനവും നൽകിയാണ് മലയാളികളുടെ പ്രിയതാരം മമ്മൂട്ടി മണ്ണഞ്ചേരിയിൽ നിന്നും യാത്ര തിരിച്ചത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കൈരളി TV അസിസ്റ്റന്റ് ക്യാമറമാൻ റിൻഡോ പോൾ വാഹനാപകടത്തിൽ മരിച്ചു. ചാലക്കുടി കണ്ണുക്കാടൻ പോളിന്റെ മകനാണ്. ഇന്നലെ പുലർച്ചെ ചാലക്കുടിക്ക് സമീപം ദേശീയപാതയിലായിരുന്നു അപകടം. റിൻഡോ സഞ്ചരിച്ച ഓട്ടോറിക്ഷ ഡിവൈഡറിൽ തട്ടി മറിയുകയായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4-ന് തുരുത്തിപ്പറമ്പ് പള്ളി സെമിത്തേരിയിൽ നടക്കും. വരൾച്ചയും കൃഷിനാശവും മൂലം ബുദ്ധിമുട്ടുന്ന കർഷകർക്ക് വായ്പ തിരിച്ചടയ്ക്കാൻ ബാങ്കുകൾ കൂടുതൽ സമയം അനുവദിക്കണമെന്ന് ഗവർണർ ജസ്റ്റിസ് പി സദാശിവം. വായ്പ തിരിച്ചടയ്ക്കാത്ത വൻകിട ബിസിനസ്സുകാരെ പോലെ കർഷകർ ഒളിച്ചോടില്ലെന്നും സദാശിവം പറഞ്ഞു. തിരുവനന്തപുരത്ത് SBTയുടെ ബാങ്കിംഗ് മ്യൂസിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫുട് പ്രിന്റ് എന്ന പേരിലുള്ള മ്യൂസിയത്തിൽ SBTയുടെ ചരിത്രമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. തിരുവിതാംകൂർ രാജകുടുംബാംഗം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ്, SBT MD ജീവൻദാസ് നാരായണൻ, ചീഫ് ജനറൽ മാനേജർ S. ആദികേശവൻ, ശില്പി കാനായി കുഞ്ഞിരാമൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു.